ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം 20% വർദ്ധിച്ചപ്പോൾ 66 അല്ലേ? അപ്പം 120% എന്ന് പറയുന്നതാണ് 66. കുട്ടികളുടെ എണ്ണം ആദ്യം 100% 20% വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ 120% അതാണ് 66. എങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന കുട്ടികളുടെ എണ്ണം കാണാൻ 100% എത്രയാണെന്ന് അറിയണം അല്ലേ? 20% വർദ്ധിച്ചപ്പോഴാണ് 66. അപ്പം 120% 66. കുട്ടികളുടെ എണ്ണം ആദ്യം ഉണ്ടായിരുന്നത് കാണാൻ 100% എത്രയാണെന്ന് നോക്കണം. നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. കാരണം മനക്കണക്കായിട്ട് അറിയത്തില്ല. 100 × 66 ഡിവൈഡഡ് ബൈ 120 ആണോ? നമുക്ക് ഈ 6 വെച്ച് വെട്ടിക്കളയാം. 6 വെച്ച് 20 തവണ, ഇത് 6 വെച്ച് 11 തവണ, 20ഉം 100ഉം വെട്ടിക്കളയാം. 5 11 × 5 55 അല്ലേ? നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 55 എന്ന് വരും.